ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നഴ്സസ് ലൂ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് സ്റ്റേജസ് ഓഫ് ലേബർ. എല്ലാ നഴ്സിംഗ് എക്സാംസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണിത്. ഏതൊക്കെയാണ് ലേബറിന്റെ സ്റ്റേജസ് എന്ന് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയി നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ടോപ്പിക്. ഫസ്റ്റ് സ്റ്റേജ് cervical dilation start from 0 to 10 cm. ഫസ്റ്റ് സ്റ്റേജിൽ cervical dilation 10 cm വരെ ആവുന്നതാണ് ഡ്യൂറേഷൻ. അതിന്റെ ഫേസസ് ആണ് ലേറ്റന്റ് ഫേസ്, ആക്റ്റീവ് ഫേസ്, ട്രാൻസിഷണൽ ഫേസ്. നമുക്ക് ഓർക്കാൻ എളുപ്പത്തിൽ ഫേസസിൽ ലേറ്റന്റ് ഫേസ് എടുക്കുക. ലേറ്റന്റ് ഫേസിൽ ഫസ്റ്റത്തെ ലെറ്റർ എൽ ആണ്. എൽ എന്നുള്ളത് ലേറ്റന്റ് ഫേസിന് എ, സെക്കൻഡ് ലെറ്റർ എ ആക്റ്റീവ് ഫേസിനെയും ടി എന്ന് പറയുന്നത് ട്രാൻസിഷണൽ ഫേസിനെയും ആണെന്ന് വിചാരിക്കുക. അപ്പത്തേനും നിങ്ങൾക്ക് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി എളുപ്പമാണ്. ഫസ്റ്റ് ഫേസ് ആണ് ലേറ്റന്റ് ഫേസ്. സെർവിക്സ് ഡയലേറ്റ് 0 to 3 cm. ഇവിടെ സെർവിക്കൽ ഡയലേഷൻ 0 to 3 cm ആയിരിക്കും. മൈൽഡ് ഇറഗുലർ കൺട്രാക്ഷൻസ് ലാസ്റ്റിംഗ് 20 to 40 seconds. മൈൽഡ് ആയിട്ടുള്ള ഇറഗുലർ കൺട്രാക്ഷൻസ് ആയിരിക്കും. ഓരോ കൺട്രാക്ഷനും 20 to 40 seconds ലാസ്റ്റ് ചെയ്യുന്നു. അതുപോലെ എവരി 5 to 30 minutesലായിരിക്കും ഓരോ കൺട്രാക്ഷൻസും ഉണ്ടാവുന്നത്. Next, mother may feel excited or anxious. Clear pink or slightly bloody discharge from the vagina. വജൈനയിൽ നിന്ന് പിങ്ക് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബ്ലഡി ആയിട്ടുള്ള ഡിസ്ചാർജ് ഉണ്ടാവും. അതിന് പറയുന്നതാണ് ഷോ. 0 to 30% ഓഫ് എഫേസ്മെന്റ്. എഫേസ്മെന്റ് എന്ന് പറഞ്ഞാൽ സെർവിക്സ് തിന്ന് സോഫ്റ്റ് ആവുന്നതാണ് എഫേസ്മെന്റ് എന്ന് പറയുന്നത്. 0% പറയുന്നത് എന്താ, സെർവിക്സ് തിക്കായിരിക്കും. 100% പറയുന്നത് സെർവിക്സ് തിന്നും സോഫ്റ്റും ആയിരിക്കും. ഈ എഫേസ്മെന്റ് ആണ് ലേബറിന്റെ പ്രോഗ്രസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, അസസ് ഫോർ ലേറ്റ് ഡീസലറേഷൻ. ലേറ്റ് ഡീസലറേഷൻ എന്ന് പറയുന്നത് കൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്രാജുവലി ഫീറ്റൽ ഹാർട്ട് റേറ്റ് ഡിക്രീസ് ആവുന്നതാണ് ലേറ്റ് ഡീസലറേഷൻ എന്ന് പറയുന്നത്. കൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫീറ്റൽ ഹാർട്ട് റേറ്റ് ഗ്രാജുവലി ഡിക്രീസ് ആവുന്നു. ഇത് ഫീറ്റൽ ഹൈപ്പോക്സിയനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ലേറ്റ് ഡീസലറേഷൻ ഉണ്ടോ എന്ന് അസസ് ചെയ്യണം. അതുപോലെ ഫീറ്റൽ ഹാർട്ട് റേറ്റ് എവരി 30 to 60 മിനിറ്റിൽ ചെക്ക് ചെയ്യണം. ഇത്രയാണ് ലേറ്റന്റ് ഫേസിൽ വരുന്നത്. സെക്കൻഡ് ഫേസ് ആണ് ആക്റ്റീവ് ഫേസ്. സെർവിക്സ് ഡയലേറ്റ്സ് 4 to 7 cm. ഇവിടെ സെർവിക്സിന്റെ ഡയലേഷൻ 4 to 7 cm ആയിരിക്കും. കൺട്രാക്ഷൻസ് സ്ട്രോങ്ങർ, മോർ റെഗുലർ. എവരി 3 to 5 minutesൽ കൺട്രാക്ഷൻ ഉണ്ടാവും. അത് 40 to 60 seconds ലാസ്റ്റ് ചെയ്യുന്നു. മദർ ഫോക്കസസ് മോർ ഓൺ കോപ്പിംഗ് വിത്ത് പെയിൻ. പെയിനോട് എങ്ങനെ കോപ്പ് ചെയ്യണമെന്നായിരിക്കും മദർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ മദറിന് ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ കൊടുക്കുക. അതുപോലെ ഫീറ്റൽ ഹാർട്ട് റേറ്റ് എവരി 15 to 30 minutesൽ ചെക്ക് ചെയ്യുക. എംറ്റി ദ ബ്ലാഡർ എംറ്റി ചെയ്യാൻ പറയുക. അല്ലെങ്കിൽ അത് യൂട്രസിന്റെ കൺട്രാക്ഷനെ സ്ലോ ആക്കും. അതുമൂലം ലേബറിന്റെ പ്രോസസ്സ് വീണ്ടും സ്ലോ ആക്കുന്നു. വാട്ടർ മേ ലീക്ക്. ചിലപ്പോൾ വാട്ടർ ലീക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഗീവ് പെയിൻ മെഡിക്കേഷൻ സ്ലോലി ഡ്യൂറിങ് ദ പീക്ക് ഓഫ് നെക്സ്റ്റ് കൺട്രാക്ഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. നമ്മൾ ആക്റ്റീവ് ഫേസിലാണ്, അതായത് 4 to 7 cm സെർവിക്കൽ ഡയലേഷൻ ഉള്ളപ്പോഴായിരിക്കും നമ്മൾ പെയിൻ മെഡിക്കേഷൻ കൊടുക്കുന്നത്. അത് നെക്സ്റ്റ് കൺട്രാക്ഷന്റെ പീക്കിലായിരിക്കും നമ്മൾ ഇവിടെ പെയിൻ മെഡിക്കേഷൻ കൊടുക്കുന്നത്. ഇത്രയാണ് ആക്റ്റീവ് ഫേസ്. തേർഡ് ഫേസ് ആണ് ട്രാൻസിഷണൽ ഫേസ്. സെർവിക്സ് ഡയലേറ്റ് 8 to 10 cm. ഇവിടെ സെർവിക്കൽ ഡയലേഷൻ 8 to 10 cm ആയിരിക്കും. മോസ്റ്റ് ഇന്റൻസ് കൺട്രാക്ഷൻസ് എവരി 2 to 3 minutesൽ. ഓരോ 2 to 3 minutesലും കൺട്രാക്ഷൻ ഉണ്ടാവുന്നു. അതുപോലെ 60 to 90 seconds ആണ് ഓരോ കൺട്രാക്ഷനും ലാസ്റ്റ് ചെയ്യുന്നത്. ഓരോ കൺട്രാക്ഷന്റെ ഡ്യൂറേഷൻ എങ്ങനെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന വെച്ചാൽ ബിഗിനിങ് ഓഫ് ദ വൺ കൺട്രാക്ഷൻ ടു ദ ബിഗിനിങ് ഓഫ് ദ നെക്സ്റ്റ് കൺട്രാക്ഷൻ. അതായത് ഒരു കൺട്രാക്ഷന്റെ ബിഗിനിങ് മുതൽ നെക്സ്റ്റ് കൺട്രാക്ഷന്റെ ബിഗിനിങ് വരെയുള്ള ഡ്യൂറേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. അതാണ് എത്ര കൺട്രാക്ഷൻ. ഇവിടെ ആണെങ്കിൽ 60 to 90 seconds ആയിരിക്കും ഇങ്ങനെ ഓരോ കൺട്രാക്ഷന്റെ ഡ്യൂറേഷൻ. നെക്സ്റ്റ്, സ്ട്രോങ് അർജ് ടു പുഷ്. അമ്മയ്ക്ക് പുഷ് ചെയ്യാനുള്ള ആ ഒരു ഫീലിങ്സ് ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ 10 cm ആകുന്നതിന് മുമ്പ് പുഷ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഫീറ്റൽ ഹാർട്ട് റേറ്റ് എവരി 5 to 50 minutes. ഫീറ്റൽ ഹാർട്ട് റേറ്റ് എവരി 5 to 50 minutesൽ ചെക്ക് ചെയ്യുക. ടീച്ച് പേഷ്യന്റ് പാൻ ബ്ലോ ബ്രീത്തിങ് ടെക്നിക്ക്. പാൻ ബ്ലോ ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ അതായത് പെട്ടെന്ന് ഒരു 3-4 സെക്കൻഡിൽ പെട്ടെന്ന് ശ്വാസം എടുത്തിട്ട് പതുക്കെ ഓരോ കൺട്രാക്ഷന്റെ സമയത്ത് പീക്ക് ഓഫ് കൺട്രാക്ഷന്റെ സമയത്ത് ബ്ലോ ചെയ്യുക. അതും അമ്മേനെ റിലാക്സ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു.
നെക്സ്റ്റ് വോമിറ്റിംഗ്, ബ്ലഡി മ്യൂക്കസ് ഓർ അർച്ച് ടു ഹാവ് ബവൽ മൂവ്മെന്റ്. അമ്മയ്ക്ക് വോമിറ്റിങ്ങിനുള്ള ടെൻഡൻസി ഉണ്ടാവും, ബ്ലഡി മ്യൂക്കസ് ആയിരിക്കും, പിന്നെ ബവൽ മൂവ്മെന്റിന് വേണ്ടി തോന്നും. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ ഡെലിവറി ആകാറായി എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, കൊച്ച് വരാറായെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. ഈ ബവൽ മൂവ്മെന്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കൊച്ച് എന്താ ക്രൗണിങ് ആകാറായെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വെൻ പെരിനിയം ബൾജിങ് ഈസ് നോട്ടീസബിൾ, പ്രിപ്പയർ ഫോർ ഡെലിവറി. പെരിനിയം ബൾജിങ് നോട്ടീസ് ആകുമ്പോഴത്തേനും ഡെലിവറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഇത്രയാണ് ട്രാൻസിഷണൽ ഫേസ്. ഈ 3 ഫേസ് ആണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബറിന്റെ ഫേസസ്. നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ. സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബറിലാണ് ഡെലിവറി ഓഫ് ബേബി ഉണ്ടാവുന്നത്. ഇവിടുത്തെ കീ ഇവന്റ്സ് നോക്കാം. ഫുൾ സെർവിക്കൽ ഡയലേഷൻ, 10 സെന്റിമീറ്റർ ഡയലേഷൻ ആയിരിക്കും ഉണ്ടാവുക. സ്ട്രോങ് പുഷിംഗ് എഫേർട്സ് ബൈ ദ മദർ സ്ട്രോങ് ആയിട്ട് പുഷ് ചെയ്യുന്നു. ബേബി ഡിസെൻഡ്സ് ത്രൂ ദ ബർത്ത് കനാൽ ആൻഡ് ഈസ് ഡെലിവേർഡ്. കൊച്ച് ബർത്ത് കനാൽ വഴിയായിട്ട് ഡിസെൻഡ് ആവുന്നു, അതുപോലെ ബേബിയുടെ ഡെലിവറി ആവുന്നു. പൊസിഷനിങ്, അമ്മയ്ക്ക് കൊടുക്കുന്ന പൊസിഷനിങ് ആണ് ലിത്തോട്ടമി. സ്ക്വാട്ടിംഗ്, സിറ്റിംഗ് ഓർ സൈഡ് ലൈൻ പൊസിഷൻ ആയിരിക്കും അമ്മയ്ക്ക് കൊടുക്കുക. നെക്സ്റ്റ് അസിസ്റ്റിംഗ് എപ്പിസിയോട്ടമി ഇഫ് നെസസറി ടു പ്രിവെന്റ് ബർത്ത് കനാൽ ലാസറേഷൻ. എപ്പിസിയോട്ടമിക്ക് വേണ്ടി അസിസ്റ്റ് ചെയ്യുക, അതായത് എപ്പിസിയോട്ടമി ചെയ്യുന്നത് വഴിയായിട്ട് ബർത്ത് കനാലിൽ ലാസറേഷൻ വരുന്നത് പ്രിവെന്റ് ചെയ്യുന്നു. ഇത്രയാണ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ. തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ. തേർഡ് സ്റ്റേജിലാണ് പ്ലാസന്റ ഡെലിവറി ഉണ്ടാവുന്നത്. ഇവിടുത്തെ മെയിൻ കീ ഇവന്റ്സ് നോക്കാം. പ്ലാസന്റ സെപ്പറേറ്റ് ഫ്രം യൂട്രൈൻ വാൾ. യൂട്രൈൻ വാളിൽ നിന്ന് പ്ലാസന്റ സെപ്പറേറ്റ് ആവുന്നു. പ്ലാസന്റ ഡെലിവറി ആവുന്നു. യൂട്രസ് കൺട്രാക്ട് ടു പ്രിവെന്റ് എക്സസീവ് ബ്ലീഡിങ്. എക്സസീവ് ബ്ലീഡിങ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി യൂട്രസ് കൺട്രാക്ഷൻ ആവുന്നു. ഇവിടെ എന്തൊക്കെയാണ് നേഴ്സിംഗ് കെയർസ് നോക്കാം. ഒബ്സർവ് ഫോർ സയൻസ് ഓഫ് പ്ലാസന്റ സെപ്പറേഷൻ. പ്ലാസന്റ സെപ്പറേറ്റ് ആവുന്നതിന്റെ സയൻസ് ഒബ്സർവ് ചെയ്യുക. അതിന്റെ സയൻസ് എന്ന് പറഞ്ഞാൽ സഡൻ ഗഷ് ഓഫ് ബ്ലഡ്, പെട്ടെന്ന് ബ്ലഡ് ഉണ്ടാവുന്നു, ബ്ലഡ് പുറത്തേക്ക് വരുന്നു. ലെങ്തനിങ് ഓഫ് കോഡിന്റെ ലെങ്ത് കൂടുന്നു. ആൻഡ് ചേഞ്ച് ദ ഷേപ്പ് ഓഫ് യൂട്രസിന്റെ ഷേപ്പ് ചേഞ്ച് ഉണ്ടാവുന്നു. നെക്സ്റ്റ് അസസ് മറ്റേണൽ വൈറ്റൽസ് ആൻഡ് യൂട്രൈൻ ടോണ്. മറ്റേണൽ വൈറ്റൽസ്, അമ്മയുടെ വൈറ്റൽസ് ചെക്ക് ചെയ്യണം, അതുപോലെ യൂട്രസിന്റെ ടോൺ ചെക്ക് ചെയ്യണം. യൂട്രസ് സോഫ്റ്റ് ആണോ നോക്കുക, അല്ലെങ്കിൽ സോഫ്റ്റ് ഓർ ബോഗി ആണോ നോക്കുക. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് യൂട്രൈൻ അറ്റോണി, അതായത് യൂട്രസിന്റെ പ്രോപ്പർ ആയിട്ടുള്ള കൺട്രാക്ഷൻ ഇല്ല എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ബ്ലീഡിങ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. എപ്പോഴും യൂട്രസ് ഫേം ആയിരിക്കുക, അതാണ് കൺട്രാക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. യൂട്രസിന്റെ കൺട്രാക്ഷൻ ഉണ്ടായില്ലെങ്കിൽ ബ്ലീഡിങ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നെക്സ്റ്റ് അഡ്മിനിസ്റ്റർ ഓക്സിറ്റോസിൻ ഇഫ് പ്രിസ്ക്രൈബ് ടു പ്രിവെന്റ് ഹെമറേജ്. ഹെമറേജ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഓക്സിറ്റോസിൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഡ്മിനിസ്റ്റർ ചെയ്യുക. ഓക്സിറ്റോസിൻ കൊടുക്കുന്ന വഴി യൂട്രസിൽ കൺട്രാക്ഷൻ ഉണ്ടായി ബ്ലീഡിങ് പ്രിവെന്റ് ചെയ്യുന്നു. ഇത്രയാണ് തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ. ലാസ്റ്റ് സ്റ്റേജ് ആണ് ഫോർത്ത് സ്റ്റേജ്. ഇവിടെ ഇമ്മീഡിയറ്റ് പോസ്റ്റ്പാർട്ടം പീരീഡ് ആണ് ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടുള്ള കീ ഇവന്റ്സ് നോക്കാം. സ്റ്റെബിലൈസേഷൻ ഓഫ് മദേഴ്സ് വൈറ്റൽസ്, അമ്മയുടെ വൈറ്റൽസ് സ്റ്റേബിൾ ആവുന്നു. ഇനിഷ്യേഷൻ ഓഫ് ബോണ്ടിങ് ആൻഡ് ബ്രസ്റ്റ് ഫീഡിങ്, അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുപോലെ ബ്രസ്റ്റ് ഫീഡിങ്ങും സ്റ്റാർട്ട് ചെയ്യുന്നു. ഒബ്സർവേഷൻ ഓഫ് പോസ്റ്റ്പാർട്ടം ഹെമറേജ് ഉണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യുക. മെയിൻ ആയിട്ടുള്ള നേഴ്സിംഗ് കെയർ എന്ന് പറഞ്ഞാൽ മോണിറ്റർ വൈറ്റൽസ്, യൂട്രൈൻ കൺട്രാക്ഷൻ ലോക്ക് ചെയ്യുക, അമ്മയുടെയും കുഞ്ഞിന്റെയും വൈറ്റൽസ് ചെക്ക് ചെയ്യുക, അതുപോലെ യൂട്രൈൻ കൺട്രാക്ഷൻ നോക്കുക, യൂട്രസ് പ്രോപ്പറായിട്ട് കൺട്രാക്ട് ആവുന്നുണ്ടോ എന്ന്. അതായത് യൂട്രസ് ഫേം ആണെങ്കിൽ, നമ്മൾ പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ യൂട്രസ് ഫേം ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് യൂട്രൈൻ കൺട്രാക്ഷൻ ഉണ്ടെന്നാണ്. ഇപ്പോൾ സപ്പോസ് ബോഗി അല്ലെങ്കിൽ സോഫ്റ്റ് ആണെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് യൂട്രസിൽ അറ്റോണി അല്ലെങ്കിൽ യൂട്രസ് കൺട്രാക്ഷൻ നടക്കുന്നില്ല, അപ്പോൾ അതുമൂലം പോസ്റ്റ്പാർട്ടം ഹെമറേജിന് ചാൻസ് ഉണ്ട്. അതുപോലെ ലോക്കിയൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഇവിടെ റിലേറ്റഡ് വീഡിയോ ആയിട്ട് ഞാൻ കൊടുക്കാം. നെക്സ്റ്റ് പ്രൊവൈഡ് വാം കംഫർട്ട് ആൻഡ് ഇമോഷണൽ സപ്പോർട്ട്. വാം കൊടുക്കുക, അമ്മയ്ക്ക് വാംത് ആയിട്ടുള്ള ഒരു റൂമോ അല്ലെങ്കിൽ ബ്ലാങ്കറ്റ് ഒക്കെ അമ്മയ്ക്ക് കൊടുക്കുക, അതുപോലെ കംഫർട്ടോ ഇമോഷണൽ സപ്പോർട്ടൊക്കെ കൊടുക്കുക. എൻകറേജ് സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് ആൻഡ് ബ്രസ്റ്റ് ഫീഡിങ്. നേഴ്സ് എപ്പോഴും സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട്, അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് എൻകറേജ് ചെയ്യുക, അതുപോലെ ബ്രസ്റ്റ് ഫീഡിങ് എൻകറേജ് ചെയ്യുക. ഇത്രയാണ് ഫോർത്ത് സ്റ്റേജ്. നെക്സ്റ്റ് കെയർ വിത്തിൻ 24 hours ആഫ്റ്റർ ഡെലിവറി. ഡെലിവറിക്ക് ശേഷം വിത്തിൻ 24 hours എന്തൊക്കെ കെയർ ആണ് കൊടുക്കുന്നത് നോക്കാം. ഫസ്റ്റ് ചെക്ക് ദ ഫണ്ടൽ ഹൈറ്റ്. ഫണ്ടൽ ഹൈറ്റ് ചെക്ക് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാംസിന് ചോദിക്കുന്ന ഒരു പോർഷൻ ആണ് ഈ ഫണ്ടൽ ഹൈറ്റിന്റെ ചെക്ക് ചെയ്യുന്ന ഇതും ഫണ്ടൽ ഹൈറ്റിന്റെ മെഷർമെന്റ് ഒക്കെ. ഓക്കെ, ഫസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബർത്ത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി അറ്റ് അംബലിക്കസിലായിരിക്കും ഫണ്ടസ് ഉണ്ടാവുക. 6 to 12 hours പോസ്റ്റ്പാർട്ടം, ഡെലിവറി കഴിഞ്ഞ് 6 to 12 hours സ്ലൈറ്റ്ലി എബോവ് ദ അംബലിക്കസിലായിരിക്കും. 1 day പോസ്റ്റ്പാർട്ടം,
1 centimeter below the umbilicus. 1 day postpartum 1 centimeter below ആയിരിക്കും അംബിലിക്കസിന്റെ താഴെ ആയിരിക്കും. Then reduce 1 to 2 centimeter or 1 to 2 finger breadth every day. അതായത് ഓരോ ദിവസം കഴിയുമ്പോഴും 1 to 2 centimeter ഫണ്ടൽ ഹൈറ്റ് കുറയുന്നു. ഡേ 10 postpartum. ഡേ 10 ആകുമ്പോഴത്തേനും ബിലോ ദ സിംഫൈസിസ് പിവിസിലായിരിക്കും. യൂഷ്വലി നോട്ട് പാൽപ്പബിൾ ബൈ ഡേ 10 to 14. ഡേ 10 to 14 ആകുമ്പോഴത്തേനും ഫണ്ടസ് നമുക്ക് പാൽപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. 6 weeks postpartum. റിട്ടേൺ ടു പ്രീ പ്രഗ്നൻസി സൈസ്. കംപ്ലീറ്റ് ഇൻവല്യൂഷൻ എക്സ്പെക്റ്റഡ്. 6 weeks postpartum ആകുമ്പോഴത്തേനും പ്രഗ്നൻസി സൈസിലേക്ക് യൂട്രസ് മാറുന്നു. അതുപോലെ തന്നെ കംപ്ലീറ്റ് ഇൻവല്യൂഷൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഫണ്ടൽ ഹൈറ്റിനെ കുറിച്ചുള്ളത്. ഫണ്ടൽ ഹൈറ്റ് ഓരോ സ്റ്റേജിലും എപ്പോഴായിരിക്കും അല്ലെങ്കിൽ മെഷർമെന്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് എന്തൊക്കെയാണ് നേഴ്സിംഗ് അസസ്മെന്റ് നോക്കാം. ഫസ്റ്റ് വൺ ആണ് പാൽപേഷൻ. യൂസ് 1 hand ഓൺ ദ ഫണ്ടസ്. 1 hand സപ്പോർട്ടിംഗ് ലോവർ യൂട്രസ് ഓർ പെൽവിസ്. ഒരു ഹാൻഡ് ഫണ്ടസിന്റെ മുകളിലും ഒരു ഹാൻഡ് ലോവർ യൂട്രസ് അല്ലെങ്കിൽ പെൽവിസിലും സപ്പോർട്ട് ചെയ്തിട്ട് അസസ് പൊസിഷൻ, ഫേംനെസ് ആൻഡ് ടെൻഡർനെസ്. യൂട്രസിന്റെ അല്ലെങ്കിൽ ഫണ്ടസിന്റെ പൊസിഷനും ഫേംനെസ്സും ടെൻഡർനെസ് ഒക്കെ നമ്മൾ അസസ് ചെയ്യുക. നെക്സ്റ്റ് കൺസിസ്റ്റൻസി. ഫണ്ടസ് ഷുഡ് ബി ഫേം ആൻഡ് മിഡ് ലൈൻ. ഫണ്ടസ് എപ്പോഴും ഫേം ആയിരിക്കണം, കട്ടിയുള്ളതായിരിക്കണം, പിന്നെ മിഡ് ലൈനിലായിരിക്കും. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. നെക്സ്റ്റ് സോഫ്റ്റ് ഓർ ബോഗി ഫണ്ടസ്. സോഫ്റ്റ് അല്ലെങ്കിൽ ബോഗി ആയിട്ടുള്ള ഫണ്ടസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റിസ്ക് ഓഫ് പോസ്റ്റ്പാർട്ടം ഹെമറേജ്. ഇവിടെ പോസ്റ്റ്പാർട്ടം ഹെമറേജിന് റിസ്ക് കൂടുതലാണ്. അപ്പോൾ ഫണ്ടസ് ഫേം ആവുന്ന വരെ മസാജ് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഡീവിയേഷൻ ടു വൺ സൈഡ് മേ ഇൻഡിക്കേറ്റ് ഫുൾ ബ്ലാഡർ. അതായത് ഫണ്ടസ് നമ്മൾ പാൽപേറ്റ് ചെയ്യുമ്പോഴത്തേനും ഫണ്ടസ് ഒരു സൈഡിലേക്ക് ഡീവിയേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബ്ലാഡർ ഫുൾ ആണ്. അപ്പോൾ അമ്മയോട് വോയിഡ് ചെയ്യാൻ പറയുക, അതായത് ബ്ലാഡർ എംറ്റി ആക്കാൻ പറയുക, എന്നിട്ട് വീണ്ടും ചെക്ക് ചെയ്യുക. അങ്ങനെ ഈ ബ്ലാഡർ ഫുള്ളാണെങ്കിൽ യൂട്രസിന് കൺട്രാക്ഷൻ സ്ലോ ആയിരിക്കും. അത് വീണ്ടും പോസ്റ്റ്പാർട്ടം ഹെമറേജിലേക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ബ്ലീഡിങ്. മോണിറ്റർ ലോക്കിയ വൈൽ ചെക്കിംഗ് ഫണ്ടസ്. ഫണ്ടസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ലോക്കിയ നോക്കുക. ലോക്കിയ എന്ന് പറഞ്ഞാൽ വജേനയിൽ ഉണ്ടാകുന്ന ഡിസ്ചാർജ് ആണ്. ഡെലിവറിക്ക് ശേഷം വജേന ഡിസ്ചാർജ് ആണ് ലോക്കിയ. പിന്നെ പേഷ്യൻ്റ് കംഫർട്ട്. പ്രൊവൈഡ് പെയിൻ റിലീഫ് ഫോർ ആഫ്റ്റർ പെയിൻസ് ഇഫ് നീഡഡ്. അതായത് ഡെലിവറി കഴിഞ്ഞിട്ട് ആഫ്റ്റർ പെയിൻ ഉണ്ടെങ്കിൽ പെയിൻ റിലീഫ് കൊടുക്കുക. ഇതൊക്കെയാണ് നേഴ്സിംഗ് മെയിൻ ആയിട്ടുള്ള നേഴ്സിംഗ് അസസ്മെന്റ്. നെക്സ്റ്റ് നേഴ്സിംഗ് അസസ്മെന്റ് ആണ് എപ്പിസിയോട്ടമി വൂണ്ട്. ഇവിടെ എപ്പിസിയോട്ടമി വൂണ്ട് അല്ലെങ്കിൽ പെരിനിയൽ വൂണ്ട് നമ്മൾ അസസ് ചെയ്യുന്നത് റീഡ സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ്. റീഡയിൽ R എന്ന് പറഞ്ഞ റെഡ്നെസ് ആണ്. ഈ എഡിമ, ഈ എക്കിമോസിസ് അല്ലെങ്കിൽ ബ്രൂയിസിങ്, ഡി ഡിസ്ചാർജ്, എന്തെങ്കിലും പുർലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് ഡിസ്ചാർജ് ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞാൽ വൂണ്ട് എഡ്ജസ് തമ്മിൽ അത് ക്ലോസ്ഡ് ആയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഈ റീഡ സ്കെയിൽ നോർമൽ ആണെങ്കിൽ നോ റീഡ് ആയിരിക്കും. അതായത് നോ റെഡ്നെസ് ഉണ്ടാവത്തില്ല, നോ എഡിമ, നോ എക്കിമോസിസ് ആൻഡ് നോ ഡിസ്ചാർജ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ എക്കിമോസിസ്, എഡിമ, ഡിസ്ചാർജ് ആൻഡ് റെഡ്നെസ് ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇൻഫെക്ഷൻ ആയിരിക്കും. അപ്പം നോർമൽ ആണെങ്കിൽ റീഡ് ആയിരിക്കും. ഓൺലി എ ആയിരിക്കും പ്രസന്റ്, അതായത് അപ്രോക്സിമേഷൻ ഉണ്ടാകത്തുള്ളൂ. അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞാൽ വൂണ്ട് പ്രോപ്പറായിട്ട് ക്ലോസ് ആയി അല്ലെങ്കിൽ വൂണ്ട് പ്രോപ്പറായിട്ട് ഹീലായി രണ്ട് വൂണ്ടിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഒന്നും ഉണ്ടാകത്തില്ല. അതാണ് അപ്രോക്സിമേഷൻ. നോർമൽ ആണെങ്കിൽ നോ റീഡ് ആയിരിക്കും, അതായത് റെഡ്നെസ്, എഡിമ, എക്കിമോസിസ്, ഡിസ്ചാർജ് ഉണ്ടാകത്തില്ല. ഓൺലി അപ്രോക്സിമേഷൻ ഉണ്ടാകത്തുള്ളൂ. ഇതാണ് റീഡ സ്കെയിൽ. ഓക്കെ, നെക്സ്റ്റ് ഓരോ സ്റ്റേജിലും പ്രൈമറി പാരാ മദറിനും മൾട്ടി പാരാ മദറിനും എത്ര ടൈം ഡ്യൂറേഷൻ എടുക്കുന്നത് നോക്കാം. പ്രൈമറി പാര എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും ഫസ്റ്റ് ഡെലിവറി. മൾട്ടി പാര എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് വേറെ കുട്ടികളുണ്ട്, ഇത് സെക്കൻഡോ തേർഡോ ഡെലിവറിക്ക് ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജിൽ പ്രൈമറി ആണെങ്കിൽ 12 to 14 hours ആയിരിക്കും ഡ്യൂറേഷൻ. മൾട്ടി ആണെങ്കിൽ 6 to 8 hours. സെക്കൻഡ് സ്റ്റേജിൽ 1 to 2 hours. മൾട്ടിയിൽ 30 minutes to 1 hour ആയിരിക്കും. തേർഡ് സ്റ്റേജ് രണ്ടുപേർക്ക് ഈക്വൽ ആണ്, 5 to 30 minutes. ഫോർത്ത് സ്റ്റേജും ഈക്വൽ ആണ്, 1 to 2 hours. പ്രൈമറിയിൽ മൾട്ടിയിലാണെങ്കിലും 1 to 2 hours. ഓക്കെ, ഇത്രയൊക്കെയാണ് സ്റ്റേജസ് ഓഫ് ലേബർ. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ സെർവിക്കൽ ഡയലേഷൻ 0 to 10 centimeter ആയിരിക്കും. ലേറ്റന്റ് ഫേസ് ഉണ്ട്, ആക്റ്റീവ് ഫേസ് ഉണ്ട്, ട്രാൻസിഷണൽ ഫേസ് ഉണ്ട്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡെലിവറി ഓഫ് ബേബിയാണ്. തേർഡ് സ്റ്റേജിൽ ഡെലിവറി ഓഫ് പ്ലാസൻഡ ആൻഡ് ഫോർത്ത് സ്റ്റേജിൽ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ പോസ്റ്റ്പാർട്ടം. അതാണ് ഇത്രയൊക്കെയാണ് സ്റ്റേജസ് ഓഫ് ലേബർ.
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പോർഷനാണ് ഈ സ്റ്റേജസ് ഓഫ് ലേബർ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഏതെങ്കിലും ടോപ്പിക്കുകൾ ആവശ്യമുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. കൂടുതൽ നേഴ്സിംഗ് എക്സാംസിൻ്റെ ടിപ്സിനും വീഡിയോസിനുമായിട്ട് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്